എന്താ ചോദിച്ചേ? ആ അതെ, ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ പോക്കറ്റിലുണ്ട്. ആ ഒളിപ്പിച്ച് വെച്ച സ്ഥലം ഗോവിന്ദ മാഷ് പറഞ്ഞ ഞാനും കൂടെ കൂടി കണ്ടെടുക്കാം. അതൊക്കെ ബാലിശല്ലേ? ഒന്നുമല്ല, അധിക ദിവസമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ അറിയാമല്ലോ അദ്ദേഹം. അല്ലല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാം. ക്വസ്റ്റിനെ ഞാൻ ആൻസറിങ്. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ, ഞാനും പാലക്കാടുണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ടാണ് പോയത്. എൻ്റെ മീറ്റ് ദ പ്രസിന് വരേണ്ടവരൊക്കെ അങ്ങോട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഗോവിന്ദ മാഷക്ക് ഞാനാ ഒളിപ്പിച്ച് വെച്ചതെന്ന് അറിയാമെങ്കിൽ സ്ഥലം പറഞ്ഞാൽ ഞാനും കൂടെ പോയി പരതി പിടിക്കാം. നിയമം അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ശബരിമല കേസിൽ അതിനാ ഞാൻ പറഞ്ഞത്. അല്ലല്ല, ശബരിമല കേസിൽ ഞാൻ പറയാം. ഒക്ടോബർ 6 കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഇത്രയും വലിയ ഭീകരമായ കൊള്ള നടന്നെടുത്ത്, കവർച്ച നടന്നെടുത്ത് പ്രതികളെ പിടിച്ച് എത്ര മാസം കഴിഞ്ഞിട്ടാ? 1.5 മാസം കഴിഞ്ഞിട്ടാ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് കാലതാമസം പറഞ്ഞു. നിങ്ങളുടെ ചോദ്യത്തിനാ ഉത്തരം. ശബരിമല കേസാണ് അതിനേക്കാൾ ഗൗരവം. പൊതുസ്വത്ത് നഷ്ടപ്പെട്ടതാണ്. അതിലൊരു ശബരിമല കേസാണ് ഗൗരവം. ശബരിമല കേസാണ് കൂടുതൽ ഗൗരവം. അത് ആവർത്തിച്ച് പറയുന്നു. അത് കെ മുരളീധരൻ മാത്രം പറയുന്നതല്ലോ, ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. പ്രതികളെ, കളവ് കേസിലെ പ്രതികളെ സഹായിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. ശ്രീപീഡന കേസിലെ പ്രതികളെ സഹായിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. ശ്രീപീഡന കേസിലെ ഇരകളെ ദ്രോഹിക്കുന്ന, തള്ളി പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലോ ഞങ്ങൾ. ഈ ആക്ഷേപം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് രാജിവെപ്പിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സ്പീക്കർക്ക് കത്ത് നൽകി. ഇതാണ് മുരളീധരൻ പറഞ്ഞതിൻ്റെ. അതെ, മാധ്യമ വാർത്തയല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇല്ല, ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നുമില്ല. ഔദ്യോഗിക പരിപാടി പങ്കെടുത്തിട്ടില്ല. ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഇവിടെ ഞാൻ തെളിവുകൾ സഹിതം, കാര്യകാരണ സഹിതം, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ED ദ്രോഹിക്കുന്നത് പോലെ BJPക്കോ കേന്ദ്ര സർക്കാരിനോ പിണറായി വിജയൻ ഒരു എതിർകക്ഷിയല്ല. പിണറായി വിജയനും BJPക്ക് പിണറായി വിജയനും എതിരാളികളല്ല, അഡ്ജസ്റ്റ്മെൻ്റാണ്. അതാണ് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത്, അതാണ് ഞാൻ ലാവ്ലിൻ, അതാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള കേസ്, മകൾക്കെതിരെയുള്ള കേസ്, എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ്. ആ നോട്ടീസിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ജനങ്ങൾക്കറിയാം. അതെ, വാർത്ത മാറ്റാൻ ആ നോട്ടീസ്, മകനയച്ച നോട്ടീസ് എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു നോട്ടീസ് പോയെന്ന് മാധ്യമങ്ങളിലല്ലേ കണ്ടത്? യു എൻക്വയർ, വേർ ഈസ് ദാറ്റ് നോട്ടീസ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.